ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് PTE എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ PTE എക്സാം എന്താണെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ IELTS പോലെ തന്നെയാണ്, എന്നാൽ കമ്പാരിറ്റീവ്ലി IELTSനെക്കാട്ടി കുറച്ചും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ PTE എന്ന് പറയുന്നത് IELTS പോലെ തന്നെ വാല്യുബിളും ആണ്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് PTE എന്ന് പറയുന്നത്. നമുക്ക് PTEയിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ PTEയിൽ നമ്മുടെ IELTS പോലെ തന്നെ ഇതിലും സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ് ഈ 4 കാര്യങ്ങളും നമ്മുടെ PTEയിലുമുണ്ട്. നമുക്ക് ആദ്യം സ്പീക്കിങ്ങിൽ റീഡ് അലൗഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ റീഡ് അലൗഡ് ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പേ റീഡ് അലൗഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. റീഡ് അലൗഡിൽ നമുക്ക് ആദ്യമേ ഒരു പാരഗ്രാഫ് തരും. അതിൽ 35 സെക്കൻഡ്സ് നമുക്ക് ടൈം ഉണ്ടാവും. ആ 35 സെക്കൻഡ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ, അതായത് ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് പാടായിട്ടൊരു ടഫായിട്ട് വരുന്നുണ്ടോ അതൊക്കെ നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് 35 സെക്കൻഡ്സ് നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കാൻ വേണ്ടി തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതുപോലൊരു പാരഗ്രാഫ് ആയിരിക്കും. അതിൽ നമുക്ക് 35 സെക്കൻഡ്സ് ആയിരിക്കും നമുക്കിതിൽ വായിച്ച് നോക്കാനുള്ളൊരു ടൈം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് 1-2 വട്ടം വായിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വേർഡ് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് വായിക്കാം. സ്കിപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ആവാൻ പാടില്ല, കണ്ടിന്യൂ ആയിട്ട് വായിച്ചു പോകണം. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, scientists have discovered a way that bacteria in the gut can control genes in our cells. Their work shows that chemical messages from bacteria can alter chemical markers throughout the human genome. The signal chemicals are made when bacteria digest fruits and vegetables. By communicating in this way, the bacteria may help to fight infections and to prevent cancer. Okay, നമ്മൾ ക്ലിക്ക് ടു സ്റ്റോപ്പ് കൊടുത്തു. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് എത്ര സ്കോർ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, യെസ്, നമുക്ക് 76-74 ആണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്കോറാണ്. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ 70ക്ക് മേളിൽ തന്നെ സ്പീക്കിങ്ങും റീഡിങ്ങും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇത് രണ്ടും 70 മേളിൽ മേടിക്കാൻ നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും എപ്പോഴും 70 മേളിൽ സ്കോർ ചെയ്യാൻ നോക്കുക. 60 അതെല്ലാം നല്ല സ്കോർ തന്നെയാണ്. എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 70 മേളിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സാം ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്കോർ നമുക്ക് മേടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഒരു കാരണം വെച്ചാലും ഒരുപാട് സ്പീഡായി പോവരുത്, ബ്രേക്ക് വരരുത്. അതായത് ഇപ്പോൾ നിങ്ങൾ കെമിക്കൽ മാർക്കേഴ്സ്, ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോൾ നിങ്ങൾ മേക്കേഴ്സ് എന്ന് വായിച്ചെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളത് തിരുത്താൻ പോവരുത്. ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ കെമിക്കൽ മേക്കേഴ്സ് ത്രൂ ഔട്ട്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് കെമിക്കൽ മാർക്കേഴ്സ് ത്രൂ ഔട്ട് അങ്ങനെ പറയരുത്. എന്തുവാണോ വായിക്കുന്നത് അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വായിച്ചു പോയാൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് അറിയത്തില്ലെങ്കിൽ കെമിക്കൽ മാർക്കേഴ്സ് ദ ഹ്യൂമൻ ജീനോം അങ്ങനെ വായിക്കുക. ഓക്കെ, ആ ത്രൂ ഔട്ടിന് അവിടെ ഒരു ബ്രേക്ക് വരല്, അതായത് കെമിക്കൽ മാർക്കേഴ്സ് ദ ഹ്യൂമൻ ജീനോം അങ്ങനെ വായിക്കരുത്. ഓക്കെ, അപ്പം റീഡ് അലൗഡ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് റിപ്പീറ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.